الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة. جزاك الله عنا يا سيدنا يا رسول الله. جزاك الله عنا يا سيدنا يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സ്നേഹവും ബഹുമാനം നിറഞ്ഞ അഭിനന്ദരായ മർദാള തങ്ങൾ അവരുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. മനോഹരമായ വാക്കുകളെ കൊണ്ട് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്ത സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ആത്തൂർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന സിദ്ദീഖ് കുറന്തൂർ, അതുപോലെ സ്വാഗത പ്രഭാഷണം നടത്തിയ ബഷീർ കുറന്തൂർ അവരുകൾ, ഇവിടെ നസീഹത്ത് തന്ന അഭിനന്ദരായ ഷാഫി റുഫാനി മഖ്ദൂമി ഉസ്താദ് അവരുകൾ, ഉമർ ഫാറൂഖ് അസ്ഹരി ഉസ്താദ് അവരുകൾ, സ്റ്റേജിലും സദസ്സിലുമുള്ള മുഅ്മിനീങ്ങൾ, യൂത്ത് ഫ്രണ്ട്സിന്റെ ഭാരവാഹികൾ, മെമ്പർമാർ, ഇവിടെ കൂടിയ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, മർഹൂം BM ബഷീർ മുസ്ലിയാർ വേദിക്ക് അല്ലാഹു ആ ഉസ്താദിന്റെ ഖബർ ജീവിതത്തിലേക്ക് ഈ മജ്ലിസിന്റെ സന്തോഷം എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇവിടത്തെ പ്രവർത്തകരുടെയൊക്കെ ഉസ്താദാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാഹു ആ ഉസ്താദിന്റെ ബർസഖിയ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, കുറെ നേരം മഞ്ഞും മറ്റു കാരണങ്ങളാൽ, മറ്റു കാരണം എന്ന് പറഞ്ഞാൽ പറയുന്നവർക്ക് എങ്ങനെ പറഞ്ഞു പോകാം, ഇരിക്കുന്നവർക്ക് മടുപ്പ് വരാൻ പാടില്ല എന്നാണ്. അതിനു മുമ്പ് നമുക്ക് നിർത്തിയിട്ട് ദ്വാരന്നിട്ട് പിരിയണം. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ആ മുമ്പിലുള്ള കസേരയിലേക്ക് കേറിയിരിക്കുക. ആ മൂലക്ക് ഭാഗത്തുള്ള ആളെല്ലാം ഈ സൈഡിന്റെ ഈ സ്റ്റെപ്പ് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടൊന്ന് കേറിയിരിക്കുക. ആ സൈഡൊക്കെ ഒഴിവാക്കുക. ഇൻഷാ അല്ലാഹ് വോളണ്ടിയർമാർ, ഇതിന്റെ സംഘാടകർ, കമ്മിറ്റിക്കാരെന്നും ഇനി റോഡിന്റെ സൈഡിൽ കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബഷീർ ഒന്ന് നോക്കിയിട്ട്, എല്ലാരെയും ഒന്ന് നോക്കിയിട്ട് ഇവിടെ ഇങ്ങോട്ട് ഈ അടുത്ത് ഇങ്ങോട്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോളെ കാണണം. കണ്ടെങ്കിൽ ഈ സൈഡിലുള്ള ഈ ലാസ്റ്റുള്ള ഈ ബാക്കിലുള്ള മുമ്മിനിങ്ങളൊന്ന് മുന്നിലേക്ക് ഇരിക്കുക. ഒഴിഞ്ഞ കസാര അൽഹംദുലില്ലാ. ഇങ്ങോട്ട് ആ സൈഡിലുള്ള ആളൊക്കെ ഈ ഭാഗത്തേക്ക് ഇരിക്കുക. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ. നമുക്ക് ആർക്കും കണക്കൊന്നും കൊടുക്കാനില്ല. ഉള്ള ആള് നല്ല അൽഹംദുലില്ലാ, നല്ല മനുഷ്യന്മാർ. ചില സ്ഥലത്തല്ല 10 കുറി 15 കുറി ചെല്ലിയെങ്കിൽ ഇരുന്നേരുന്ന് മറ്റേ ഫാസ്റ്റ് കമ്മിട്ടിട്ട് അണ്ടിച്ചിട്ട് വെച്ച പോലെ എണിക്കുന്നില്ല. ഒറ്റ വാക്കുകൊണ്ട് വയസ്സുള്ളവരും ബാലക്കാരെല്ലാം എണിച്ചിട്ട് വന്നു. നല്ല അനുസരണമുള്ള മുഅ്മിനീങ്ങളാണ്. അല്ലാഹു തആല മഹ്ശറയിൽ കുറെ കാത്തിക്കാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങളാൽ നമ്മെല്ലാരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഇങ്ങോട്ട് വരാം. ആ സ്റ്റെപ്പ് തന്നെ എണിക്കാം. ആ അപ്പുറത്തുള്ളതൊക്കെ ഇങ്ങോട്ട് ഇൻഷാ അല്ലാഹ്. ആ നടക്കുന്ന മക്കളെയും മറ്റുള്ള ഭാരവാഹികളൊക്കെ ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഇരുത്തുക. അൽഹംദുലില്ലാഹ്. സദസ്സ് ഇപ്പൊ നല്ല ഭംഗിയായി. അൽഹംദുലില്ലാഹ്. ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന നമ്മുടെ ബാല്യക്കാർ, നമ്മുടെ ചെറുപ്പക്കാർ, പൊതുവെ വഅലിന്റെ സദസ്സിൽ ബാല്യക്കാരെ കാണൽ കുറവാണ്. ഇസ്ലാമി നല്ല യുവക്കറ പാത്ര വിഷയം
സദസ്സിൽ നോക്കുമ്പോ ബർക്കത്തിന് വേണ്ടി ഒരു ബാലക്കാരനെ കാണാത്ത അങ്ങനത്തെ സബ്ജക്ട് ഞാൻ പറയുന്ന യുവക്കറ പാത്രം നോട്ടീസിലിരിക്കട്ട് നമ്മുടെ ബയസന്മാരുടെ പാത്രം പറയാന്ന് പറഞ്ഞിട്ട് ഓരോ പാത്രം പറഞ്ഞിട്ട് പോകുന്ന അവസ്ഥയാണ്. ബാല്യക്കാരുണ്ടാവലില്ല. ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും ബാല്യക്കാരാണെന്നുള്ളതാണ് സന്തോഷം അല്ലേ? കൂടുതൽ ഇരിക്കുന്ന ബാല്യക്കാരാണ്. ബാല്യക്കാർ എന്ന് പറയുമ്പോൾ വയസ്സന്മാർ തലായിട്ട് നോക്കൂന്ന്. എല്ലാവർക്കും ആശ ബാലക്കാരനാവാൻ തന്നെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. വയസ്സായി എന്ന് പറയുമ്പോ ഞമ്മക്കും ബേജാറാണ്. നിങ്ങൾ ഉമ്മമാട് ചെല്ലില്ല നിങ്ങൾക്ക് വയസ്സായി, ഞങ്ങക്ക് വയസ്സാ. അപ്പൊ ഞങ്ങക്ക് വയസ്സായ മോള് ഞമ്മളെ മുത്തമാന്റെ മോള് ഓക്കെ എന്ത് പറയണോ? ഞങ്ങക്ക് വയസ്സൊന്നും ആയിട്ടില്ല. മരിക്കുക വയസ്സാവുക എന്നെല്ലാം പറഞ്ഞെങ്കിൽ ഭയങ്കര ബേജാറാണ്. നിങ്ങൾ ഭാര്യമാരോട് നിന്നെ വയസ്സത്തിനെ പോലെ കാണുന്നെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ചോറും ചാറും ഒന്നും നേരെ ഉണ്ടാവില്ല. ഓർക്ക് അതേ ബേജാറുണ്ടാവും. ആരുടെയും മുഖം നോക്കിയിട്ട് എന്റെ വയസ്സ് വലിച്ചിനേന്ന് ചോദിക്കാൻ പാടില്ല. എന്റെ താടിയെല്ലാം വെളുത്തല്ലപ്പാ പറയാൻ പാടില്ല അല്ലേ? മുണ്ടുമ്പോ ദേഷ്യം വരുമ്പോ ഞമ്മ പറയും ഒരു കാല് കബറിലുണ്ട് അഹങ്കാരം. ഒരു കാലല്ല, ഈ പറയുന്നോന്റെ രണ്ടു കാലും കബറിലെത്തിയിട്ട് പിന്നെ ആയിരിക്കും ഇയാള് മരിക്കുക. അല്ലാഹു അലം. ഒരാളെയും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. വയസ്സ് പിന്നെ വയസ്സ് കളവ് പറയാനും പാടില്ല. കളവ് ഏതും പാടില്ല, വയസ്സ് പ്രത്യേകിച്ചിട്ട് പാടില്ല. പിന്നെ ബ്രോക്കർമാർക്കല്ല കുറച്ച് ഹലാലെന്ന് തോന്നുന്നു. പിന്നെ ആരെ വയസ്സ് 18 കഴിഞ്ഞെന്ന് ചെന്ന ബ്രോക്കർമാർ നേർ ഒരു നല്ല ഡോങ്കില്ല നേർ 18 കഴിഞ്ഞ് 28 കഴിഞ്ഞു, 18 കഴിഞ്ഞ് 10 കൊല്ലായി, അങ്ങനെയെല്ലാം പറയുന്നവരുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. വയസ്സ് എന്താക്കണ്ട, കുറച്ചിട്ടും പറയണ്ട. അറിയുന്നെങ്കിൽ ഉള്ളത് പറയാ, അറിയുന്നില്ലെങ്കിൽ ശരിക്ക് കറ്ററിയല നോക്ക് ആധാർ കാർഡല്ല പിന്നെ നോക്കിയിട്ട് നിങ്ങക്ക് സെൻഡാക്കി തരാന്നെല്ലാം പറയാ. വയസ്സ് അത്ര കരകരട്ട് ചോദിക്കാനും പാടില്ല എന്നാണ്. ചില ആൾക്ക് അധിക പ്രസംഗം ചോറും പരോടിക്കല്ല പോയിട്ട് കേൾക്കുന്നു. ടൈൽസിന് എത്രയായി, പൈന്റിന് എത്ര കൊട്ടേഷൻ, ഓൻ ഗടി പിടി അവിടെ സാമ്പാറിന് മുരിങ്ങയില്ല, ഇപ്പുറത്തെ ഇതില്ല പാഞ്ഞോണ്ട് ഇതിന്റെ ഇടയിൽ കേൾക്കുന്നു. ഇത് ഇന്റർലോക്കിന് എത്ര സ്ക്വയർ ഫീറ്റിന് ഒക്കെ അത് ജാസ്തിയായി മാത്രം. ഓ എങ്ങനെങ്കിലും കണ്ടാക്കിയിട്ട് എടാക്കിയിട്ട് ലോൺ ആക്കിയിട്ട് കന്താക്കിയിട്ട് എങ്ങനെയുള്ള ഒരു പൊര പൂർത്തിയാക്കിയിട്ട് ഒരു നാളിന് ഉറങ്ങാന്ന് പറയുമ്പോ ഈ ബാക്കിയുള്ളവരുടെ കമന്റ് കൊണ്ട് ഉറങ്ങാനും കഴിയാത്ത അവസ്ഥ. നമ്മുടെ വാക്കുകൾ അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, നല്ല വാക്ക് പറയണം. നമ്മുടെ പറയുന്ന വാക്കുകൾ ഓരോന്നും ഓരോ മനുഷ്യന്റെയും മനസ്സിൽ സന്തോഷം ഉണ്ടാക്കണം. നമ്മുടെ വാക്ക് മന്നാഉൽ ലിൽ ഖൈർ, ഖൈറിനെ മുടക്കുന്ന വാക്കുകളാവരുത്. ഒരു ഖൈറും എന്നെ കൊണ്ട് മുടങ്ങരുത്, ഒരു നന്മയും എന്നെ കൊണ്ട് മുടങ്ങരുത്, ഒരു നന്മയും എന്നെ കൊണ്ട് ഇല്ലാതെ ആവരുത്, ഒരു തിന്മക്കും ഞാൻ അനുകൂലിച്ചു പോകരുത്. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയോട് സഹകരിക്കുക, നല്ലതിനോട് കൂട്ടുനിൽക്കുക, തിന്മയോട് സഹകരിക്കാതിരിക്കുക, തെറ്റിന് കൂട്ടുനിൽക്കാതിരിക്കുക. തെറ്റ് ആര് ചെയ്താലും തെറ്റ്, കുടുംബങ്ങൾ ചെയ്താലും നാട്ടുകാർ ചെയ്താലും കമ്മിറ്റിക്കാർ ചെയ്താലും സുഹൃത്തുക്കൾ ചെയ്താലും തെറ്റിനെ തെറ്റായി കാണാത്തവൻ മുഅ്മിനല്ല. നന്മ ശത്രു ചെയ്താലും നല്ലത് ആര് ചെയ്താലും, മുസ്ലിം അമുസ്ലിം ചെയ്താലും ഹിന്ദു ക്രിസ്ത്യാനി ചെയ്താലും നന്മയെ നന്മയായി കാണാൻ കഴിയണം. അങ്ങനെ ഒരു നല്ല കണ്ണ് നമുക്കുണ്ടാകണം. നല്ലതിനെ തെറ്റാക്കരുത്, തെറ്റിനെ നല്ലതാക്കരുത്. തെറ്റെപ്പോഴും തെറ്റാണ്, നല്ലതെപ്പോഴും നല്ലതാണ്. ഖൈറെപ്പോഴും ഖൈറാണ്, ഷർറെപ്പോഴും ഷർറാണ്. വേണ്ടപ്പെട്ടവർ ചെയ്ത ഷർറ് ഖൈറാവൂല, വേണ്ടപ്പെട്ടവർ ശത്രു ചെയ്ത ഖൈറും ഷർറല്ല. നമ്മൾ കണക്ക് കൂട്ടേണ്ടത് നമ്മുടെ വാക്കുകൾ എല്ലാം. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്.
നമ്മൾ പറയുന്നത്, സംസാരിക്കുന്നത്, പഞ്ചാതികയാക്കുന്നത്, ചാറ്റിംഗ് ആക്കുന്നത്, വീഡിയോ കോളുകൾ എല്ലാം റെക്കോർഡാണ്. നമ്മൾ എവിടെ എന്ത് ചെയ്താലും ഖാലിഖായ റബ്ബിന്റെ അടുത്ത് അതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മുടെ സ്വാധീനം കൊണ്ട് പലതും ഇല്ല എന്ന് വരുത്തി തീർക്കാം. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാം നോക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹും അവന്റെ റസൂലും പൊരുത്തപ്പെട്ടതാകണം. അല്ലാഹും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യപരിപാടികൾ നമ്മൾ ചെയ്യരുത്. ഇവിടെ ഒരുപാട് വീടുകൾ ഉള്ളതായിട്ട് കണ്ടു. ഞാൻ ചോദിച്ചു, ഇവിടെ പള്ളി മദ്രസ എവിടെ? ഒരാള് പറഞ്ഞു, ഉസ്താദിയുടെ പള്ളിയില്ല, മദ്രസ ഇല്ല, 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ അല്ലേ? എടുത്ത പള്ളി 2 കിലോമീറ്റർ ദൂരെയാന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങൾ മറ്റൊക്കെ തങ്ങി പാർക്കുന്ന ഇടം, അവിടെ റബ്ബിന് സുജൂദ് ചെയ്യാനുള്ള ഒരു നിസ്കാരപ്പള്ളി ഉണ്ടാകണം. മക്കൾക്ക് പഠിക്കാൻ ഒരു മദ്രസ ഉണ്ടാകണം. നമുക്ക് വീടുണ്ട്, നമുക്ക് സൗകര്യമുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ നല്ല മുസ്ലിമീങ്ങൾ കുടികെട്ട് പാർക്കുന്ന ഇടത്ത് റബ്ബിന് സുജൂദ് ചെയ്യാനൊരിടുണ്ടാകണം. ഈ ബാല്യക്കാരൊക്കെ കള്ള് കഞ്ചാവിന്റെ പിന്നാലെ, ലഹരിക്ക് പിന്നാലെ, ഓൺലൈൻ ഗെയിമുകൾക്ക് പിന്നാലെ, ഇതിൽ നിന്നെല്ലാം നന്മയുടെ രാജകീയ വഴിയിൽ കൊണ്ടുപോകാൻ റബ്ബിന് സുജൂദ് ചെയ്യുന്നൊരിടുണ്ടാകണം. പൊന്നുമക്കള് മദ്രസ, ചെറിയ മക്കളൊക്കെ മദ്രസ, ഒരുപാട് ദൂരങ്ങളിൽ പോയി. ഇന്ന് സമയ സൗകര്യങ്ങൾ കുറവാണ് അല്ലേ? നമ്മള് ഉത്തര കർണാടകയിലെ പല ഏരിയകളിലൊക്കെ പറയലുണ്ട്, പള്ളിയില്ല, മദ്രസ ഇല്ല. ജുമുഅത്ത് പള്ളിയൊന്നുമല്ല, ഒരു നിസ്കാരപ്പള്ളി. ഒരു 10-40-50 വീടുണ്ടാകുമ്പോ ഒരു നിസ്കാരപ്പള്ളി, ഒരു മദ്രസ, അതൊക്കെ ഈ നാട്ടിന്റെ ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. ആലോചിച്ചിട്ട് വേണ്ട പോലെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അത്തരം പരിപാടികളിലേക്ക് ഇറങ്ങൽ ഖൈറാണ്. റബ്ബ് തആല ഖൈറിന്റെ വഴികൾ തുറന്നു തരട്ടെ. പൊന്നുമക്കൾ, മദ്രസയിലേക്ക് പോകുന്ന പൊന്നുമക്കൾ പാവങ്ങളാണ്. മക്കളെ സ്നേഹിക്കണം, അവരുടെ സന്തോഷം കണക്കിലെടുക്കണം, അവരുടെ സൗകര്യങ്ങൾ കണക്കിലെടുക്കണം. മദ്രസ ഇന്ന് മദ്രസ 2ാം നമ്പറായി ചിത്രീകരിക്കുകയാണ്. സ്കൂള്, കോളേജുകൾ ഇതൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച്, അള്ളാന്റെ റസൂല് പറയുന്നു, അന്ത്യനാൾ അടുത്തു വരുമ്പോ അള്ളാന്റെ ദീനിന് വേണ്ടി അല്ലാതെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. ദീനും ഭൗതികവും രണ്ടും ധാരാളമായിട്ട് പഠിക്കണം. അതിന് സൗകര്യമെന്നോണം ഇത്രയും വീടുകൾ കുടികെട്ടിപ്പാർക്കുമ്പോ അവിടെ മക്കൾക്ക് ഒന്ന് ഓതാൻ, നമ്മുടെ വീടുകളിൽ പരിസരങ്ങളിൽ ഒരു ഖുർആനിന്റെ അലയടിക്കാൻ, സുജൂദിടുന്ന ഒരു മണ്ണ് ഈ പരിസരത്ത് എന്തുകൊണ്ടും ആവശ്യമാണെന്ന് കരുതുന്നു. അതിന് നിങ്ങൾ കളമൊരുക്കണം, അതിന് നിങ്ങൾ അവസരമൊരുക്കണം. മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമീൻ, നമ്മൾ പല വിഷയങ്ങളും ചെറുതായി കാണുന്ന മുഅല്ലിമീങ്ങള്, എന്നെ മുഅല്ലിമായിട്ട് അയക്കപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് തങ്ങളൊരു മുഅല്ലിമാണ്. ഖത്തീബിനെ ബഹുമാനിക്കാൻ ആളുണ്ട്, തങ്ങളെ ബഹുമാനിക്കാൻ ആളുണ്ട്, വലിയ വലിയ പ്രഭാഷകന്മാരെ, ഖാദിമാരൊക്കെ ബഹുമാനിക്കാൻ ആളുണ്ട്. ബഹുമാനിക്കണം, ബഹുമാനിക്കേണ്ടതാണ്. പക്ഷേ അവരോടൊക്കെ ബഹുമാനം കാണിക്കുന്നവർ മദ്രസയുടെ മക്കൾക്ക് അലിഫും ബാവും പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ ഖുർആൻ പഠിപ്പിക്കുന്നവരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്. ഈ മദ്രസയുടെ മുഅല്ലിമീങ്ങൾ അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്.
മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ രക്ഷിതാക്കൾ ബഹുമാനിക്കാതെ പോയാൽ ആ മക്കളോ ഉമ്മാനെയും ഉപ്പാനെയും ബഹുമാനിക്കാതെ പോകുന്നതിൽ സംശയം വേണ്ട. മദ്രസ ഉസ്താദുമാർ റമളാൻ വരുമ്പോ ആ മുഅല്ലിമീങ്ങളെ പലയിടങ്ങളിലും പരിഗണിക്കാറില്ല. റബീഉൽ അവ്വൽ വരുമ്പോ പലയിടങ്ങളിലും പരിഗണിക്കാറില്ല. മദ്രസയിൽ നിൽക്കുമ്പോ ശമ്പളത്തിന്റെ കാര്യം പറയുമ്പോ ഉസ്താദെ നിങ്ങൾക്ക് ബർക്കത്തില്ലേ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാർ ഹിക്മത്ത് പറഞ്ഞിട്ട് ഈ മുഅല്ലിമീങ്ങൾക്ക് കൊടുക്കുന്നതിൽ അവർ പിടിച്ചു വെക്കുകയാണ്. അവരുടേതല്ല പണം, പക്ഷേ ജമാഅത്തുകാരുടേത്, നാട്ടുകാരുടേത്. ഒരു മര്യാദക്കൊരു കുടുംബം പോറ്റാൻ മതിയായ അത്രയും ഒരു മുഅല്ലിമായ ഉസ്താദിന് ശമ്പളം പോലും കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരെ കുതിര കയറുന്നവർ, അവരെ പേടിപ്പിക്കുന്നവർ, അവർക്കെതിരെ കേസിടുമെന്ന് പറയുന്നവർ, മുഅല്ലിമീങ്ങളെ തരം താഴ്ത്തുന്നവർ ഒരിക്കലും അത്തരം ആളുകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരെ മക്കൾ അവരോട് നന്മ ചെയ്യാത്ത മക്കളാകാൻ സാധ്യതയുണ്ട്. കാരണം ഗസാലി ഇമാമൊക്കെ പറഞ്ഞത് ആ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളുടെ ബഹുമാനം വലുതാണ്. തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി അവർ ത്യാഗം ചെയ്ത് നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വർഗമാണ് മുഅല്ലിമീങ്ങൾ. തങ്ങന്മാരെ പോലെ അവരെയും ബഹുമാനിക്കണം. നീ തങ്ങളെ ബഹുമാനിക്കുന്നത് അള്ളാന്റെ റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ, നീ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നത് ഇഖ്ലാസോട് കൂടെയാണെങ്കിൽ അതൊക്കെ വേണം, വേണ്ടെന്നല്ല. നമ്മുടെ നാട്ടിലുള്ള മുഅല്ലിമീങ്ങൾ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അവരെയും കണ്ടറിയണം, അവരെയും ബഹുമാനിക്കണം, അവരെയും സഹായിക്കണം. അല്ലാ ഇൽമ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ, അവർക്ക് നീ ഖൈർ നൽകണം അല്ലാ. അല്ലേ? ഖത്തീബ് ഉസ്താദിനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും. എന്തേ? ഖത്തീബ് ഉസ്താദ് നാളെ സ്റ്റേജിൽ ചെല്ലണ്ടേ? ആജാറ് സഹായിച്ചിന്, ആജാറ് നമ്മളെ ബിർസത്തിന്റെ ആജാർ. മുഅല്ലിമാമ പിന്നെ സ്റ്റേജിൽ എന്ത് ചെല്ലാനില്ല, അതുകൊണ്ട് മുഅല്ലിമിനെ വേണ്ട. അല്ലേ? തങ്ങളെ ബഹുമാനിക്കുന്ന എന്തിന്? വലിയ തങ്ങൾ വന്നിട്ട് എന്റെ പുരയിലാണ് പാർത്ത് എന്ന് പറയുന്നത്. വലിയ വലിയ മംഗലുണ്ടാകും. കേരളത്തിൽ തങ്ങളെ കൊടുത്തിട്ടുണ്ടാവും നിക്കാക്കാൻ. നാട്ടിലുണ്ട് മുഅല്ലിം ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടാവേല. ആ മംഗലത്തിലൊന്നും വലിയ ബറക്കത്തുണ്ടാവൂല. ആ ദുആ ഒന്നും വലിയ എത്തേണ്ടയിടത്തെത്തൂല. തങ്ങന്മാരെ ഉസ്താദന്മാരെ ചെറുതാക്കിയതല്ല, അത് ഇഖ്ലാസോട് കൂടെയാണെങ്കിൽ. ഇവിടെയും നിസ്കരിക്കുന്ന, ഇൽമ പഠിപ്പിക്കുന്ന ധാരാളം ഉസ്താദുമാരുണ്ടാകുമ്പോ അവരെ കാണാതെ നീ മറ്റുള്ളവരെ കാണുന്നതിൽ ഖൈറില്ല, ബറക്കത്തില്ല, സന്തോഷമില്ല. അല്ലാഹുവേ നീ ഖൈർ നൽകണം അല്ലാ. ഇന്ന് ഈ ബഹുമാനം അതെല്ലാം ഞമ്മക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കൈക്കൂലി പോലെ, തിരിച്ചിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്ന ലാഭം. അങ്ങനെയാണ് ഇന്ന്. പഴയതുപോലെയല്ല. എന്ത് ലാഭമുണ്ട് എന്നാണ് ചിന്തിക്കുന്നത്. എങ്ങനെ ഉറൂസല്ലാക്കിയിട്ട് എങ്ങനെയെന്ന് കേട്ടെങ്കിൽ, ഉറൂസാക്കിയിട്ട് ആരെങ്കിലും നല്ലായാന്നല്ല, കാശ് എത്ര ഒഴിഞ്ഞു നിന്ന് ബാക്കി എത്ര ആയിനാണ് ഉറൂസ് എങ്ങനെയെന്ന് കേട്ടെങ്കിൽ, ഉറൂസ് എങ്ങനെ ഔലിയപ്പ പെൺച്ചിട്ടൊന്നും പോയിട്ടില്ല, അടന്നു എന്തായി. പിന്നെ ഉറൂസ് എങ്ങനെയെന്ന് കേട്ടെങ്കിൽ ലാഭം ഉണ്ടാകും. ഏതാത്ത വാളാക്കിട്ട് എന്ത് ഒഴിഞ്ഞിട്ടില്ല, പിന്നെ എന്തിനു ഉറൂസ്? എല്ലാളെല്ലാം ചോദിക്കുന്നത് ഇതെന്താ കച്ചവട? അല്ലല്ല. 7 ദിവസത്തെ വയല് വെച്ചിട്ട് കമ്മിറ്റിക്കാരെ 7 ദിവസം സുബൈ കളാക്കി. അത് ഉറൂസെങ്കോ അല്ലാത്ത. ഞാൻ ഇനി പറഞ്ഞത് വയൽ കുറയൊന്നും പറയുന്നില്ല. നാളത്തെ സുബഹിക്ക് ഖളാ ആകാൻ കാരണമാകുന്ന വയലാകാൻ പാടില്ല. യൂത്ത് ഫ്രണ്ട്സിന്റെ ചെറുപ്പക്കാർ നല്ല ആവേശത്തോടെ അണിഞ്ഞൊരുക്കി മനോഹരമാക്കി സദസ്സുകൾ ഒരുക്കി. ശിരണിയുണ്ട്, ശിരണി കട്ടാക്കുന്നുണ്ട്. പക്ഷെ അതെന്താ പഠിക്കണ്ട, ശിരണി കിട്ടും. ലേറ്റ് വാക്കല്ല. ഞാനൊരു ജാഗയിൽ 1:30 മണിയായി വയൽ. 1:30 മണിക്ക് കൊറേ പാതിയാൾ അടിച്ചിട്ട് പോയിട്ടായി. ഉസ്താദ് ചെന്ന് നിങ്ങൾക്ക് ആശയിരിക്കും സുബയോളം ചെല്ലിങ് നിങ്ങൾ ഇരിക്കാൻ റെഡി ഇരിക്കും. എങ്ങനെ 1:30 മണിയായി ഞാൻ നിർത്തുന്നു. എങ്ങനെ 12 മണിക്ക് തന്നെ ആൾക്കാർ തുടങ്ങി അപ്പുറത്ത് നോക്കാൻ ഇപ്പുറത്ത് നോക്കാൻ എണിച്ചുകൊണ്ട് പോകാൻ സമയം നോക്കാൻ. ചില ആൾ അങ്ങനെ ഉണ്ട്. പരിസര ബോധമില്ലേ ഇല്ല. ഇതിനിടയ്ക്കൊരു മംഗളത്തിന് പോയി. മംഗളില്ലേ ഇല്ല? നിനക്ക് എന്താ ഭാഷ അർത്ഥാന്നില്ലേ? എന്റെ ഭാഷ
ഭാഷ ഇല്ലാത്ത ഭാഷ അപ്പുറം നഗണിക്കുമല്ല ഇപ്പുറം മലയാളമല്ല. നമ്മ ഏത് ഭാഷനെ കളിയാക്കാൻ പാടില്ല എന്നാണ്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അറബി ഭാഷക്ക് മാത്രം മഹത്വമുണ്ട്. ചില ആൾ അങ്ങനെ വിചാരിച്ചു. ഇതിന്റെ അടുത്ത് ഒരു പള്ളിന്ന് മുത്തല്ലിമ കണ്ണെടുത്തിൽ വൃത്തിയാക്കുമ്പോ ഒരു ബാസിന്റെ ആൾ പള്ളിന്റെ ഉള്ളിൽ ഇതുമുണ്ട്, കണ്ണടമുണ്ട്. പള്ളിന്റെ ഉള്ളിൽ കണ്ണടമുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പുറത്ത് വിചാരിച്ചു. പള്ളിന്റെ ഉള്ളിൽ കണ്ണടമുണ്ടാൻ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, ഹബീബിന് ഇഷ്ടമുള്ള ഭാഷ അറബിയാണ്. ഈ അറബി കഴിഞ്ഞിട്ട് മലയാളം ആയെങ്കിൽ, മലാമ ആയെങ്കിൽ, പിന്നെ അപ്പുറം ബ്യാരി ആയെങ്കിൽ, ബ്യാരിന്റെ അപ്പുറത്ത് അനിയനായിട്ടായെങ്കിൽ, എന്തായെങ്കിൽ എല്ലാവരെ പോലെ. ചില ആൾ അങ്ങനെല്ലാം ഉണ്ട്. ഈ ഘട്ടഭാഗത്തേക്കല്ല പോയെങ്കിൽ മുസ്ലിം ആണെങ്കിൽ ഉറുദു ഉണ്ടോ? ഉറുദു കന്നഡ റിപ്ലൈ ഇല്ല. എന്റെ മുസ്ലിം ആയെങ്കിൽ ഉറുദു ഉണ്ടോ? ചില ആൾക്ക് അങ്ങനത്തെ ഒരു വിചാരമുണ്ട്. ഭാഷ എന്ന് പറഞ്ഞെങ്കിൽ അവനവന്റെ നാട്ടിൽ ഓനോന്റെ ഭാഷയിൽ ചെല്ലണമെന്നാണ് എന്റെ കണക്ക്. നമ്മളെ നാട്ടിൽ വന്നെങ്കിൽ നമ്മളെ നാട്ടിലെ ഭാഷ ഉണ്ടോ? അതല്ലേ എന്റെ ഖൈർ. അല്ലെങ്കിലൂടെ എന്തെല്ലാം ഉണ്ടൊരു ഉസ്താദോടെ ബയർനമ്പലം തങ്ങളെ കേരളത്തിൽ വന്നത് ബയർനമ്പലം. അയാൾ ജില്ലയിലെ ഉലുവട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പാങ്ങല കലക്കിയിട്ട് കുടിക്കണം. ബയർനമ്പലല്ല പറയുന്നത് ഉലുവ. ഇവിടെ എന്താ ഉലുവാനെ? ലോബാന അതന്നെ വിഷ്ടി. മെത്തയില്ലേ? മെത്ത ഞമ്മ ഉലുവ തങ്ങളെ ഉലുവ അല്ലേ? മെത്ത നമ്മൾ ഈ ഭാഗത്തല്ല മെത്ത. കേരളത്തിൽ വന്ന് തങ്ങ ചെല്ല ഉലുവ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചെങ്കിൽ ബയർനമ്പലല്ല കുറയൂ. ഇയാള് നമ്മളെ ലോബാണുണ്ടല്ലോ, ഉൽബാന്നല്ല ചെല്ല. ഏത് തങ്ങ ചെല്ല ഉൽബാന്ന്, യോന് കേട്ടന ഉൽബാന്ന്, ഇയാള് ചെല്ല ഉലുവാന്ന്. ഈ മെത്തന് ഉലുവാന്ന് ഈനെ കലക്കിട്ട് കുടിച്ചു. മുന്നേ ബാറ്റിൽ മാത്രമുണ്ട്, തേച്ചും പോയി, എല്ലാം കലക്കിട്ട് പോയി. ഏത് ചില ഭാഷ എന്തായാലും ചില ഏറ്റ വ്യത്യാസമല്ല. മര്യാദക്ക് ഈ മരുന്നെല്ലാം കുടിക്കുമ്പോ നേരെ കേട്ടിട്ട് കുടിക്കണം. എല്ലാം കൊട്ടറാസ് കിട്ടിയാനല്ല ഭാര്യ വലിച്ചിട്ട് കുടിച്ചെങ്കിൽ അല്ലെ? ഓനോന്റെ നാട്ടില് ഭാഷ, ഓനോന്റെ പ്രാദേശിക ഭാഷക്ക് വലിയ മഹത്വമുണ്ട്. അത്ര ഞമ്മന്താക്കുന്ന കേട്ടെങ്കിൽ ഓരോ പോയിനാരി ബന്ധിനാരി പോയിനാരി ബന്ധിനാരി എന്നിട്ട് മുണ്ടുന്നവരുണ്ട് കുറച്ചാള്. അത് ഓർ മത കുതിന്റെ ഓർ ഈ കളിയാക്കുന്ന എരുമ കളിയാക്കിയ പോലെ ബാക്കിൽ നിന്ന് കാണുന്നിട്ട് ഒരു എരുമ പിന്നെ ഒരു എരുമനെ കളിയാക്കി എന്ന് പറഞ്ഞ പോലെ എല്ലാരുടെ ഭാഷ ഒരേപോലെ, ഒന്നിന് അന്തം കൊണ്ടുള്ള ഭാഷ ഏതുമില്ല. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഭാഷയില്ല എന്നാണ് ചൊല്ലിക്കൊണ്ടുവരുന്നത് അല്ലേ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്താണ് മംഗളത്തിന്റെ കൂടെ ഒരു ഉസ്താദ് ദ്വാരുന്നുണ്ട്. നിക്കാലായിട്ട് ദ്വാരക്കുമല്ല, ദ്വാരക്കല്ലേ? എന്താ നമുക്ക് കാണട്ടെ അല്ലല്ലേ? ദ്വാരക്കുന്നില്ലേ? ഒരു ഉസ്താദ് ദ്വാരന്നിട്ട് എല്ലായി ബഗ്ദാദിലേക്ക് പോയി, ഇറാഖിലേക്ക് പോയി, മുത്തുപേട്ട പോയി, നാഗൂർ, ഏർവാടി പോയി, ലാഹർത്തി എല്ലാം ആയിട്ട് ഇയാള് നെപ്പിക്കുന്നില്ല. ദ്വാരക്കുന്ന നിലയിൽ ചില ആൾ അങ്ങനെ കിട്ടിയ ചാൻസ് ഈ നടക്കുന്നില്ല മൈക്ക്. പിന്നെ ഒയിലാ ഹദറത്തിയിട്ട് അയാൾക്ക് ജാഗ കിട്ടിയോണ്ടില്ല. എങ്ങനെ എല്ലാം തീർന്നല്ല, മുത്തുപേട്ട ഏർവാടിയുടെ എല്ലാ ദർഗല്ലായി ഒയിലാ ഹദറത്തിയിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അയാൾ സെർച്ച് ആക്കുന്നത് നെട്ട് മറ്റേ തീർന്നിട്ട് അമ്മുണ്ടല്ലോ തിരിഞ്ഞോണ്ട് വരുന്നത്. പയ്യെന്നൊരു ഉസ്താദ് ചെല്ലി ഉസ്താദ് ഓടക്കം കിട്ടിട്ട് നിപ്പിക്കരിക്കാം. ഇടാന് ജാഗയില്ല. ഇങ്ങനെ ഇടങ്ങേറാവാനും കാല. അത് വയലായെങ്കിലും ശരി, ദുആയെങ്കിലും ശരി, നിസ്കാരായാലും ശരി. നിസ്കാരം നല്ല ചെല്ലി കിട്ടിയ വലിയ വലിയ സൂറത്തോതിയിട്ട് കാന സ്വലാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്താ. ഹബീബ് തങ്ങളുടെ ഫർള് നിസ്കാരം വളരെ ഷോർട്ടായിരുന്നു. ഹബീബിന്റെ സുന്നത്ത് നിസ്കാരം വളരെ നീണ്ട നിസ്കാരമായിരുന്നു. നമ്മളതോ ആളുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഖ്ലാസും ഖുശൂ, ആളില്ലെങ്കിൽ ഒരു ഇഖ്ലാസ് ഇല്ല, ഖുശൂ ഇല്ല. അങ്ങനെ അവരിത് നമ്മുടെ നിസ്കാരങ്ങൾ നിസ്കാരം വളരെ കൃത്യമായി ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുന്നവരാകണം. ജുമുഅക്കെല്ലാം നേരത്തെ പള്ളിക്ക് പോകണം. നേരത്തെ പള്ളിക്കോയിട്ട് എന്താക്കണം? പള്ളിക്കോയിട്ട് ആടെ കുർപ്പാത്തുണ്ടെന്നല്ല. ഇപ്പൊ കുർപ്പാത്തിന് ജാഗ എന്തില്ല, കുർപ്പാത്തിന് ജാഗ ഉണ്ട്. ഓടെയാണ് പള്ളി, മുറ്റം, പരിസരമൊക്കെ.
പണ്ടുള്ള ആള് പള്ളിന്റെ കമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ തല താത്തിയിട്ടിട്ട് കരഞ്ഞോണ്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, ഖബറാളികൾക്ക് സലാം ചൊല്ലിയിട്ട് അവര് പള്ളിന്റെ അടുത്ത് പോയിട്ട് തിരിച്ചിട്ട് ദുആ എല്ലാം കഴിഞ്ഞിട്ട് കരഞ്ഞോണ്ടാ പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരാറ്. അങ്ങനെയാണ് പണ്ടങ്ങനെയാണ്. പണ്ട് പള്ളികൾ എല്ലാത്തിനുമുള്ള ആശ്വാസ, സമാധാന, സന്തോഷത്തിന്റെ കേന്ദ്രമായിരുന്നു. ഇന്ന് ജുമാക്കെല്ലാം നേരത്തെ വേഗം വന്നിട്ട് ചില ആളുണ്ട് ഉപ്പാന്റെ കബർ ഉമ്മാന്റെ കബർക്കെല്ലാം പുകയിളക്കുന്നവർ പള്ളിന്റെ അവിടെ വന്നിട്ട് കൊതുവിനെല്ലാം വായിക്കുന്നു, വലിച്ചിട്ട് ഊത്തുന്നു, ഒരു ജാതി ഊത്തുന്നു, ഔദിന്റെ അവിടെ അപ്പുറം ഇപ്പറെല്ലാം നിന്നിട്ട് ബീഡി സിഗരറ്റ് നില്ല, ഒരു അതബില്ല, ബഹുമാനല്ല. ചില ആളെല്ലാം ഹൗദിന്റെ അടുത്ത് വന്നിട്ടാണ് ചുണ്ടിന്റെ ഇടയിലൊക്കെ വെച്ചത് വൃത്തിയാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുണ്ട്. ചിലക്ക് ടൗണിലേക്കല്ല പോയെങ്കിൽ പള്ളിന്റെ കക്കൂസിലേക്ക് പോയിട്ട് 2 ബീഡി വലിച്ചെങ്കിൽ സമാധാനാണ്. അങ്ങനെയുണ്ട് ചില ആളുകൾ. പള്ളിയും പള്ളിയുടെ ബാത്റൂമുകളും പരിസരങ്ങളെല്ലാം വളരെ വൃത്തിയോടെ കാത്തു സൂക്ഷിക്കുന്നവരാകണം. പള്ളിയുമായിട്ട് നല്ല ബന്ധം വെച്ച ആളുകൾ അവർ ഈമാനുള്ളവരാണ്, അവർ സ്വർഗക്കാരാ. ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അവർക്ക് ഈമാനുണ്ട് എന്നാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, നിസ്കാരം അതാത് സമയത്ത് നിസ്കരിക്കണം. ഉമ്മപെങ്ങന്മാരെ ധാരാളം ഉമ്മപെങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞു. അല്ല, എല്ലായിടത്തും ചെന്നങ്ങനെ വേദന പുസ്തകം ബേജാറാക്കണ്ട. ആണുങ്ങ കുറച്ചാങ്ങും പെണ്ണുങ്ങളുണ്ട്, ഇവിടെ ആണുങ്ങളുണ്ട്. നമ്മളെ ഇർഫാൻ പഠിക്കുന്ന ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് പെണ്ണുങ്ങ നല്ലോണം ഉണ്ട്. ഞാൻ മെല്ലെ നോക്കി, ഉണ്ടാന്ന് കുറച്ച് കറുത്തിട്ട് കാണുന്നു, വെളിയം തൊട്ടിട്ടില്ലെങ്കിലും. ഇതിന്റെ ഇടയ്ക്കൊരു ജാഗയിൽ പോയപ്പോ ചെല്ലു, ഉസ്താദ് പെണ്ണുങ്ങളെ പറ്റി അങ്ങനെ ചെല്ലി, ആണുങ്ങ കുറച്ചുണ്ട്, പെണ്ണുങ്ങ നല്ലോണം ഉണ്ട്. എനക്കറിയത് ഈ കമ്മിറ്റിക്കാർ എല്ലായിടത്തും തന്നെയല്ലേ ചൊല്ലുന്നെ. ഞാൻ ചെല്ലുന്ന മൂത്രിക്കാൻ പോണമെന്നില്ല. അങ്ങനെ ബാത്റൂമിലേക്ക് പോയിട്ട് വരുമ്പോ ഒരു 3 പെണ്ണുങ്ങ കക്കൂർസിൽ എന്നിട്ട് മാല പൊടിച്ചിട്ട് ദിക്ർ ചെല്ലിയോണ്ട് ആയിട്ട് പോയിട്ടുള്ള 3 പെണ്ണുങ്ങ. ഉസ്താദ് നോക്കുന്നില്ല, കമ്മിറ്റിക്കാർ ചെല്ലേ പെണ്ണുകൊണ്ട് ഉസ്താദ് നല്ലോണം ചെല്ലിക്കോളി വയലാക്കിയിട്ടും കളവ് പറയുന്നത്, വയൽ പറയുന്ന കളവ് പറയണ്ട. ഈ രൂപത്തിലൊക്കെയാണ്. അങ്ങനെയല്ല, ഇവിടെ ധാരാളം ഉമ്മ പെങ്ങന്മാർ ധാരാളം ഉണ്ട്. അല്ലാഹു അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. വയസ്സായ ഉമ്മാന്റെ കൈയൊക്കെ പിടിച്ചിട്ട് പോകുന്നത് കൊണ്ട് യാ അല്ലാഹ്, ആ ഉമ്മമാർ ഇൽമിന്റെ മജ്ലിസ് കൊതിച്ചു വന്നവരാണ്. അവർക്ക് ആയിഷ ബീവിന്റെ കൂടെ, ഫാത്തിമ ബീവിന്റെ കൂടെ, ഖദീജ ബീവിന്റെ കൂടെ സുഖലോക സ്വർഗം നൽകണം അല്ലാഹ്. ഇവിടെ കൂടിയ ആണുങ്ങൾക്ക് ഹബീബ് തങ്ങളുടെ തിരുകല്യാണത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇവിടെ വന്ന പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ദുആ, അതിനായിട്ട് അപ്പുറത്തെ വേറെ ദുആ ഇല്ല. സ്വന്തം ഭർത്താക്കന്മാർ ഭാര്യമാരെ അർത്ഥാക്കുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ശരി തന്നെയാണ്. കുറച്ചാളിൽ ഇങ്ങോട്ട് വരും, ഇവിടെ കുറച്ച് കസ ബാക്കിയുണ്ട്. ഈ സൈഡ് എതിരിൽ കാണുമ്പോ കാണുന്ന ഇവിടെ ഭാര്യമാരെ അർത്ഥാക്കണം, ഭർത്താക്കന്മാരെ മനസ്സിലാക്കണം. പരസ്പരം മനസ്സിലാക്കാത്തവർ അവർ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. പരസ്പരം മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ കഴിയണം. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. ആരെയും തെറ്റായി അർത്ഥാക്കരുത്. നമ്മളെ അർത്ഥത്തില് ഓ നമ്മളെ ശത്രു, ഓനെ നമ്മളെ കണ്ടെങ്കിൽ അങ്ങനെ ആരെയും നീ വിചാരിക്കണ്ട. നിന്റെ ശത്രു നീ മാത്രമാണ്. വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസ്ഹിമാ, നിന്റെ ശത്രു നീയാണ്. നിന്റെ ശത്രു ഇബ്ലീസാണ്, ശൈത്താനാണ്. പിന്നെ ആരും നിന്റെ ശത്രുല്ല. അങ്ങനെ നീ കരുതണം. ശത്രുതയെല്ലാം ഒഴിവാക്കണം. ആരോടും നീ ശത്രുത വെച്ചു പോകണ്ട. ഒരാളും നിന്റെ ശത്രുവല്ല. നാളെ നിന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടവരല്ലേ അവർ, നാളെ നിന്റെ മയ്യത്ത് താങ്ങേണ്ടവരല്ലേ അവർ. ആരും നിന്റെ ശത്രുവല്ല. അയൽവാസികൾ ശത്രുവല്ല, ജമാഅത്തുകാർ ശത്രുവല്ല, ഈ സമുദായത്തിലെ ഒരാളും നമ്മുടെ ശത്രുവല്ല. നമുക്ക് ശത്രുല്ല. ഈമാനുണ്ടോ? നമുക്ക് ശത്രുല്ല. നമ്മോട് ഇങ്ങോട്ട് ആക്രമിച്ചവൻ അവൻ നാളെ നമുക്ക് സ്വർഗം വാങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ശത്രു വേണം, ശത്രു വേണം. ലികുല്ലി നബിയ്യിൻ അദു, എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്.
നല്ലവനാകണോ? നല്ലവനാണോ? നിനക്ക് ശത്രു ഉണ്ട്. ആ ശത്രു നിന്നെ സ്വർഗത്തിലേക്ക് സഹായിക്കുന്നവനാണ്. ശത്രു വേണം, നമുക്ക് ശത്രു വേണം, നമ്മ സ്വർഗത്തിലേക്ക് സഹായിക്കുന്നവരാണ്. അങ്ങനെയുണ്ടല്ലോ, അങ്ങനെയുണ്ട്. ഒരു വഴി ചോദിച്ചയാളെ, ഒരു സ്ഥലം ചോദിച്ചയാളെ ഖബർസ്ഥാനെ കൊണ്ടുപോയി കാണിച്ചു. ഇതാ ആളുകൾ കൂടിയ സ്ഥലം എവിടെയാന്ന് ചോദിച്ചു. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോടാണ് ചോദിച്ചത്. ഇവിടെ നല്ലോണം ആളുള്ള ജാഗയുടെന്ന് അയാൾ വിളിച്ചോണ്ട് പോയിട്ട് ഖബർസ്ഥാനിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതാ ഇവിടെ ഉള്ളത്ര ആള് വേറെ ഓടില്ല, ഇവിടെ നാട്ടുകാർ തേച്ചുകൂടെ ഉണ്ട്, ഇവിടെ ഖബറിലുണ്ട്. ഇത് കേട്ടപ്പോ ഇയാൾക്ക് ചൊടി വന്നു. ചില ആൾക്ക് അങ്ങനല്ലേ, മൂക്കിന്റെ കൊടി